ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையற்றோடும் மாற்றுவன നമ്മൾ നേരത്തെ കണ്ടതാണ്. യമം, നിയമം, ആസനം, പ്രത്യാഹാരം തുടങ്ങി സമാധി വരെയുള്ള ആ 8 അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു ശിവയോഗ സാധകന് തീർച്ചയായിട്ടും ശിവശക്തിയുടെ അനുഗ്രഹം, മേളനം ലഭിക്കും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. പിന്നെ 8 നിൽക്കും തിട്ടമായി 8 അഷ്ടൈശ്വര്യ സിദ്ധികളും ലഭിക്കും. അപ്പോൾ അഷ്ടാംഗ യോഗം അനുഷ്ഠിച്ച് നിൽക്കുന്ന ഒരു ശിവസാധകൻ, അതായത് യമനിയമാദികൾ അനുഷ്ഠിച്ച് സമാധ്യവസ്ഥയിൽ കഴിയുന്ന ഒരു ശിവയോഗിക്ക് തീർച്ചയായിട്ടും അഷ്ടൈശ്വര്യ സിദ്ധികളും ലഭിക്കും. ഒരു സംശയവുമില്ല. അതിനു മേലെയുള്ള ജ്ഞാനസിദ്ധിയാണ് ലഭിക്കുക. ഇവിടെ തിരുമൂലദേവൻ അത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ അഷ്ടസിദ്ധികൾക്കും മേലെയുള്ള സിദ്ധിയാണ് ജ്ഞാനസിദ്ധി. ആ ജ്ഞാനസിദ്ധി നേടാൻ ഇത് സഹായിക്കും. സ്കന്ധ അനുഭൂതിയിൽ അത് വിശദമാക്കുന്നുണ്ട്. അഷ്ടൈശ്വര്യ സിദ്ധികൾക്കും മേലുള്ള സിദ്ധിയാണ് ജ്ഞാനസിദ്ധി എന്നും അത് സുബ്രഹ്മണ്യ ഭഗവാനോട് നൽകി അനുഗ്രഹിക്കാനും വേണ്ടി ഭക്തന്മാർ പ്രാർത്ഥിക്കുന്ന ആ സ്കന്ധ കവചത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് സ്കന്ധ കവചമൊക്കെ പിന്നീട് നോക്കാം. നോക്കൂ, തൊട്ടുള്ള ബിന്ദുവും താനങ്ങ് ഒഴിഞ്ഞു മാറും, കിട്ടില്ല മൂഢന്മാർക്ക് ഈ അനുഭവം ചെറ്റുപോലും. ഈ അനുഭവം മൂഢന്മാർക്ക്, അതായത് അഷ്ടാംഗയോഗം അനുസരിക്കാത്ത മൂഢന്മാർക്ക് ഒരിക്കലും ഈ സിദ്ധികൾ, ഈ ജ്ഞാനസിദ്ധി കിട്ടാൻ പോണില്ല. അതായത് യമനിയമങ്ങൾ അനുഷ്ഠിച്ച് മനസ്സിനെ പരിപൂർണമായി വിശുദ്ധമാക്കി മനസ്സിലെ എല്ലാ വാസനകളെയും ഒഴിച്ചു കളഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു മഹാ അനുഭൂതിയാണ് ജ്ഞാനസിദ്ധി. അതായത് മനസ്സ് ഒട്ടും ചാഞ്ചല്യമില്ലാതെ മനസ്സ് അതിൻ്റെ മൂലത്തിൽ ലയിച്ചു നിൽക്കുന്ന അവസ്ഥ. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സ് അതിൻ്റെ മൂലത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥ. നമുക്ക് നോക്കാൻ നോക്കൂ. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് അഷ്ടസിദ്ധി ശക്തികൾ കൊണ്ട് അഷ്ടാംഗയോഗത്താൽ നേടിയ നാദാന്ത നില. അതാണ് ഇവിടെ പറയുന്നത്. നാദത്തിൻ്റെ അന്തമായ നാദാന്ത നിലയിൽ അഷ്ടാംഗയോഗം നമ്മെ കൊണ്ടെത്തിക്കുന്നു. പിന്നെ ബിന്ദുവായ കുണ്ടലിനിമായിലെ അശുദ്ധമായ അറ്റഴിഞ്ഞ് ശുദ്ധ ഒളിയാൽ അത് പ്രകാശിച്ചു നിൽക്കും. അപ്പോൾ അശുദ്ധമായ എന്നും ശുദ്ധമായ എന്നും മായയ്ക്ക് 2 ഭാഗമുണ്ട്. അതിലെ അശുദ്ധമായ മുഴുവനായിട്ട് ഒഴിഞ്ഞ് ശുദ്ധ ഒളിയായി പ്രകാശിച്ചു നിൽക്കുന്ന അവസ്ഥ. എന്നാൽ അഷ്ടാംഗയോഗം അനുഷ്ഠിക്കാത്ത അജ്ഞാനികൾ തീർച്ചയായിട്ടും നാദാന്ത ബ്രഹ്മനില കൈക്കൊള്ളുന്നില്ല. അവർ കാമമാർഗത്തിലൂടെ ചരിച്ച് ജീവിതം പാഴാക്കിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത് അഷ്ടാംഗയോഗ സാധനയിലൂടെ ഒരാൾക്ക് കൈവല്യസിദ്ധി ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലൂടെ നോക്കാം. മന്ത്രമെല്ലാം ഓതി നിന്ന സൽഗുരുവിൻ്റെ സന്നിധി തന്നിൽ ഉപദേശവും വാങ്ങിക്കൊണ്ട് അംഗന്യാസാദിമനുഷ്ഠിച്ച് ഭവമാറ്റാൻ ഭംഗിയായ ശിവദീക്ഷയും കൊണ്ടിരിക്കുക യോഗ്യം. അതുകൊണ്ട് ശിവദീക്ഷ
സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ശിവദീക്ഷ സ്വീകരിക്കുക? മന്ത്രങ്ങളെല്ലാം ഓതി നിന്ന സദ്ഗുരുവിൻ്റെ സന്നിധി തന്നിൽ ഉപദേശവും വാങ്ങി. അതായത് സദ്ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് ഈ മന്ത്രോപദേശം സ്വീകരിച്ച്, ശ്രീവിദ്യ ആ മന്ത്രം സ്വീകരിച്ച് ആ ഉപദേശം വാങ്ങിക്കൊണ്ട് അംഗന്യാസാദിയും അനുഷ്ഠിച്ച്, അതിൻ്റെ അംഗന്യാസാദി സാധനകളെല്ലാം അനുഷ്ഠിച്ച് നിന്നാൽ ഭവം രോഗം, അതായത് ഈ ജന്മദുഃഖം മാറി ശിവദീക്ഷയും കൊണ്ടിരിക്കാൻ കഴിയും. അങ്ങനെ ശിവദീക്ഷ സ്വീകരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ നാദാന്ത ബ്രഹ്മനിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, ഒരു സദ്ഗുരുവിൻ്റെ അരികിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പോലെ അംഗന്യാസാദി അനുഷ്ഠിച്ച് നിന്നാൽ ഭവരോഗങ്ങളെല്ലാം മാറും. പിന്നെ ശിവദീക്ഷ ലഭിച്ച് അനുഗ്രഹീതനായിത്തീരും. അപ്പോൾ ഇവിടെ ഒരു സദ്ഗുരുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സദ്ഗുരുവിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഒരു സാധകന് ആവശ്യമാണ്. സദ്ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ, സദ്ഗുരുവിൻ്റെ അരുളാൽ തീർച്ചയായിട്ടും ശിവയോഗ ദീക്ഷ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതും കൂടെ നോക്കൂ. താനേ ജഗത്തിലെങ്കും വ്യാപിച്ചു നിന്നിടുന്നോൻ, താനേ ചിന്തിച്ചതിനെ ചൊല്ലാൻ പഠിത്തമുള്ളോൻ, താനേ തനിച്ചിരുന്ന് നൃത്തം നടിച്ചിരുന്നോൻ, താനേ ധരിച്ചിരുന്ന് കാണും സ്വരൂപത്തെ. ഇങ്ങനെ ശിവദീക്ഷ സ്വീകരിച്ച ഒരാൾക്ക് ശിവ ആനന്ദലഹരിയിൽ മുഴുകി ശിവനൃത്തം കൺകുളിർക്കെ കാണാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത പറയുന്നത്. ശിവ ആനന്ദലഹരിയിൽ മുഴുകി കഴിയാൻ പറ്റും. താനേ, അത് എങ്ങനെയാണ് ആ ശിവതാണ്ഡവം നോക്കൂ. താനേ ജഗത്തിലെങ്ങും വ്യാപിച്ച് നിൽക്കും. ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ്, ശിവനാണ്. പിന്നെ താനേ ചിന്തിച്ചതിനെ ചെല്ലാൻ പഠിത്തമുള്ളോൻ, ആ അനുഗ്രഹം, ആ അരുൾ തൻ്റെ ഭക്തന്മാർക്ക് വാരിക്കോരി കൊടുക്കാനും ഈ ജ്ഞാനസിദ്ധി തൻ്റെ സാധകന്മാർക്ക് മുഴുവനും പകർന്നു കൊടുക്കാനും ഭഗവാന് കഴിയുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഭഗവാൻ അത്ര ദയാലുവാണ്. ആരാണോ സാധകനായിട്ടുള്ളത് അവർക്കെല്ലാം ജ്ഞാനസിദ്ധി അവരുടെ അർഹതയനുസരിച്ച് നൽകുന്നതായിരിക്കും ഭഗവാൻ. താനേ തനിച്ചിരുന്ന് നൃത്തം നടിച്ചിടുന്നോൻ, അങ്ങനെ ശിവനോടൊത്ത് നൃത്തമാടുന്നതായി സ്വയം ശിവനായിത്തീരാൻ ഒരു ശിവയോഗിക്ക് കഴിയുന്നു. താനേ തനിച്ചിരുന്ന് കാണും സ്വരൂപത്തെ. സ്വരൂപത്തെ കാണാൻ അങ്ങനെയുള്ള സാധകന് കഴിയും. സ്വന്തം രൂപത്തെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. സ്വരൂപത്തെ കാണുക, ദർശിക്കുക, ആ സ്വരൂപം തന്നെയാണ് താനെന്ന് മനസ്സിലാക്കുക. ഇതിനപ്പുറം മറ്റൊരു ജ്ഞാനവും കിട്ടാനില്ല. അതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. എന്താണ്? സ്വസ്വരൂപത്തെ കാണുക. എന്താണ് സ്വരൂപം? ശിവോഹം എന്നുള്ളതാണ് സ്വസ്വരൂപം. എൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ശിവസ്വരൂപമാണ്. അഹം ആത്മാ ബ്രഹ്മ എന്ന മഹാവാക്യ തത്വം അനുഭൂതമാക്കി തരികയാണ് ഗുരു ചെയ്യുന്നത്. അതാണ് ഇവിടെ പ്രധാനം. ഒരു സദ്ഗുരു തൻ്റെ സാധകന്, തൻ്റെ ശിഷ്യന് അയം ആത്മാ ബ്രഹ്മ എന്ന മഹാവാക്യ തത്വത്തിൻ്റെ പൊരുൾ അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. ഉപദേശിച്ചു കൊടുക്കുകയല്ല, അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. ഈ അനുഭവപ്പെടുത്തി കൊടുക്കലിലൂടെ അയാളും സാധകനും ശിവയോഗിയായിട്ടും സാക്ഷാൽ ശിവനായും ശിവനൃത്തത്തിൽ ലയിച്ചിരിക്കാനും അയാൾക്ക് കഴിയുന്നു. അങ്ങനെയുള്ള അനുഭവത്തിൽ ശിവാനന്ദലഹരിയിൽ മുഴുകി കഴിയാൻ സാധിക്കുന്നു. ഇതാണ് ഒരു ശിവയോഗ സാധകൻ്റെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധി. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക്, സദ്ഗുരുക്കന്മാർക്ക് തന്നെ അയം ആത്മാ ബ്രഹ്മ എന്ന ആ മഹാവാക്യ തത്വം അനുഭവപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം രമണ ഭഗവാനാണ്. രമണ ഭഗവാൻ തൻ്റെ ശിഷ്യരിൽ പലർക്കും
അയം ആത്മാ ബ്രഹ്മ, ഞാൻ ശിവനാണ്, ശിവോഹം സോഹം എന്ന അവസ്ഥ നേരിട്ട് അനുഭവപ്പെടുത്തി കൊടുത്തതായിട്ട് ജീവചരിത്രം, രമണ മഹർഷിയുടെ ജീവചരിത്രം നമ്മോട് വാചാലമായി പറയുന്നുണ്ട്. ഈ അനുഭൂതിയിൽ തന്നെ ലയിച്ചിരിക്കുന്ന ഒരു മഹാവ്യക്തിയെക്കുറിച്ച് കൂടി ഞാനിവിടെ പറയട്ടെ. അത് ശ്രീ നൊച്ചൂർ വെങ്കടരാമസ്വാമികളാണ്. ഈ അടുത്ത കാലത്ത് സന്യാസത്തിലേക്ക് കിടന്ന അദ്ദേഹം അതിനു മുമ്പ് തന്നെ മഹായോഗിയായിരുന്നു. ആ മഹായോഗിയായ ശ്രീ നൊച്ചൂർ വെങ്കടരാമസ്വാമികൾക്ക് ഈ അനുഭൂതി രമണ മഹർഷിയിൽ നിന്ന് നേരിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സ്വാനുഭവത്തിൽ അദ്ദേഹം ഉള്ളത് 40 എന്നുള്ളത് സ്വാനുഭൂതിയായിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. ആ വ്യാഖ്യാനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ അനുഭവസിദ്ധിയിലേക്ക് നടന്നെടുക്കാൻ കഴിയുന്നു. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.